ഇന്ന് നമ്മൾ അടിപൊളി ഒരു ദാൽ കറിയും ഫിഷ് ഫ്രൈയും ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ സവാളയും തക്കാളി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ എണ്ണയിൽ ഒലിവ് ഓയിലാട്ടോ യൂസ് ചെയ്യുന്നത്. അതിനകത്തോട്ടിട്ട് വഴറ്റി നല്ലോണം മുളക് പൊടിയും കുറച്ച് അല്പം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി ഇട്ട് വഴറ്റി അതിനകത്തോട്ട് കുറച്ച് സ്പിനാച്ച് ഇടുന്നുണ്ട്. ഇതിനകത്ത് സ്പിനാച്ചും ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി പിന്നെ ഇതിൻ്റെ സ്പിനാച്ചിൻ്റെ തണ്ടിന് കുറച്ച് വേവുണ്ട്. അപ്പോൾ ഞാൻ ഇത് നല്ലോണം വഴന്നതിന് ശേഷം ഒരു അല്പം ചൂടുവെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ പരിപ്പ് കുക്കറിൽ വേവിച്ചിട്ടുണ്ട്. 2-3 വിസിലെടുത്ത് നല്ലോണം വേവിച്ചു. അങ്ങനെ പരിപ്പ് ഉടച്ച് നമ്മൾ അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കടുകിന് പകരം നമ്മൾ ഒലിവ് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ജീരകമാണ് ഇതിൽ ചേർക്കുന്നത്. കടുക് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അവസാനം നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ ഇതിന് ഞാൻ മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, ഉപ്പ്, ഒലിവ് ഓയിൽ, മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് പുരട്ടിയെടുക്കുക. പിന്നെ അല്പം ഞാനൊരു വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്, അങ്ങനെ കുറച്ച് ലൂസി ആവാൻ വേണ്ടി. അടിപൊളി മസാല കേട്ടോ, നല്ല ടേസ്റ്റ് മസാലയാണ്, ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മൾ ഫിഷിനകത്ത് നല്ലോണം പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഫിഷ് നമ്മൾ അടിയിൽ നിന്ന് മേലോട്ട് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ആ മസാല എല്ലാം അതിൻ്റെ ഉള്ളിലോട്ട് നല്ലോണം ഫില്ലാവും. അപ്പോൾ നല്ല ടേസ്റ്റാവും. അങ്ങനെ ഒരു 15 മിനിറ്റ് ഞാനത് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. അതിന് ശേഷം എന്ത് ചെയ്തു, എല്ലാം ഒലിവ് ഓയിലാട്ടോ ചെയ്തത്. സൺഫ്ലവറും അല്ല, നമ്മളെ കോക്കനട്ട് ഓയിലും അല്ല, ഒക്കെ ഒലിവ് ഓയിലാണ്. അപ്പോൾ അങ്ങനെ 2 വെച്ച് ഞാനത് നല്ല ഫ്രൈ ചെയ്തെടുത്തു, ഡീപ്പ് ഫ്രൈ എടുത്ത് വെച്ചു. സൂപ്പർ ടേസ്റ്റുള്ള മീനാട്ടോ. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അടിപൊളി മീനാണ്, കാണുന്ന നല്ല വലിപ്പമുള്ള മീനാട്ടോ. അപ്പോൾ അതിന് ശേഷം അത് കഴിഞ്ഞു.